ഈ അടുത്ത ദിവസം എന്നെ മേയർ വിളിച്ചു, മിസ്റ്റർ രാജേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇലക്ഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇരിക്കുകയായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റീഷ്യൻ ചോദിക്കുന്നത്, ഈ ആമയിഴഞ്ചാൻ തോടിലുള്ള ഈ അമേദ്യം ഒന്ന് വൃത്തിയായിട്ട് ഒരു നല്ല തോടായിട്ട് നമുക്ക് ഒഴുക്കാൻ എന്താ മാർഗം? ഞങ്ങൾ ഈ ഭരണസമിതി വന്നപ്പോൾ തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും മാത്രം ഇരുന്ന് നഗരത്തിൻ്റെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനമൊക്കെ എടുക്കുന്ന ശൈലിയിൽ നിന്നും ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതിനുള്ള സാഹചര്യം ഒരുക്കുകയും തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന, തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചിട്ടുള്ള, അതിന് പരിഹാരം അറിയാവുന്ന വിദഗ്ധരുമായി കൂടി കൂടുതൽ കൂടിയാലോചനകൾ നടത്തി നഗരഭരണം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയപരമായി ഒരുപക്ഷെ ഈ ഭരണസമിതിയുമായിട്ട് യോജിക്കാൻ സാധിക്കാത്തവർക്കും തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവുമായി യോജിക്കാൻ കഴിയുന്ന നിരവധി പേരുണ്ട്. അവരെ അത്തരത്തിൽ ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ ജില്ലാ കളക്ടർ, മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ ബിജു പ്രഭാകർ, അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ആളാണ്. തിരുവനന്തപുരം 1970 മുതൽ തിരുവനന്തപുരത്ത് പല പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ ബന്ധമുള്ള ആളാണ്. അദ്ദേഹവുമായി ചില കാര്യങ്ങൾ ആശയവിനിമയം നടത്തി ഉടൻ തന്നെ അദ്ദേഹം കോർപ്പറേഷനിൽ എത്തുകയും മണിക്കൂറുകളോളം തിരുവനന്തപുരത്തിൻ്റെ പല സാഹചര്യങ്ങളെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ച്, പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഇപ്പം ബിജു പ്രഭാകർ സാർ വളരെ തൃപ്തികരമായിട്ടല്ലേ സംസാരിച്ചു തന്നെ. ആമയിഴഞ്ചാൻ തോടിലൂടെ ഈ ഡ്രെയിനേജ് വേസ്റ്റ്, സിവറേജ് വേസ്റ്റൊക്കെ വ്യക്തികൾ ഉൾപ്പെടെ ഒഴുക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ ഒഴുക്കുന്നുണ്ട്, വ്യക്തികൾ ഒഴുക്കുന്നുണ്ട്. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു അഡ്വൈസാണ് അദ്ദേഹത്തിൽ തേടിയത്. നമ്മൾ ഇതുവരെയും ചർച്ചയിൽ വരാത്ത വളരെ നല്ല മെക്കാനിസമാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യാതെ തന്നെ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം. പലരോട് ചർച്ച ചെയ്തപ്പോഴും അത് വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് അതിന് കിട്ടിയിട്ടുള്ളത്.